മഴക്കാലത്ത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ തരിയുള്ള റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി വലിയ തരിയുള്ള റവയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഒന്നിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കാർഡമം പൗഡർ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഇത് വെളുത്ത കളറായിട്ടിരിക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലേവറൊന്നുമില്ലാത്ത ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റവയിൽ എല്ലാം ഓയിലൊന്ന് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടിത് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്, ഇതൊരു ടിപ്സാണ്. എല്ലാവരും ആരും മറന്നു പോവാതെ അത് ചെയ്യണം. ഇതിന് നമുക്ക് ഇതിലേക്ക് കുഴയ്ക്കാൻ ആവശ്യത്തിന് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ചും കുഴച്ചെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. അതായത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിലും കുറച്ചുകൂടെ ലൂസായിട്ട് കുറച്ചുകൂടെ നമ്മളിപ്പം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഈ സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി അതൊന്ന് കുഴച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ചിട്ട് ഈ ബൗളിൽ നിന്നും ആ ടേബിളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് 2-3 പീസായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഞാനിതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന രീതിയിൽ അതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലത് കട്ടിയായിട്ടാണ് മാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടുകയെന്നില്ല. അപ്പോൾ കൈ കൊണ്ടൊന്ന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വീണ്ടും പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുക്കീസൊക്കെ കട്ട് ചെയ്യുന്ന കട്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഗ്ലാസ്സോ ബൗളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പുകളോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇത്രയും ഈ വലിപ്പത്തിലാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കറക്റ്റാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്രയും തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത്. തീരെ കനം കുറഞ്ഞ് പോകരുത്. ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കനം കുറഞ്ഞ് പോകരുത്. കുറച്ച് തിക്കായിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ കനത്തിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ. ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതിലെല്ലാം ഒന്ന് ഹോളിട്ട് കൊടുക്കണം. ഒരു സൈഡ് മാത്രമല്ല, തിരിച്ച് വെച്ചിട്ട് 2 സൈഡിലും നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കണം. ഇപ്പോൾ എപ്പോഴാണ് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് പൊങ്ങി വരുന്നത് പോലെ അതങ്ങ് പൊള്ളി വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് രണ്ടാമത്തെ ഒരു ടിപ്സാണ്. അപ്പം എല്ലാവരും മറക്കാതെ ഇത് ചെയ്യണം. ഇനി എണ്ണ നമ്മളിപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് ചൂടായി പോകരുത്. ഓയിൽ ഒരുപാട് ചൂടായി പോയാൽ ഇത് പെട്ടെന്ന് അങ്ങ് അത് നിറം മാറിപ്പോവും.
കരിഞ്ഞു പോവും, ഉൾഭാഗം വെന്ത് കിട്ടുകയുമില്ല. അതുകൊണ്ട് ഒരു മീഡിയം ചൂട് ആവാൻ പാടുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഇട്ട് കൊടുത്തതാണ്. ഇട്ട് കഴിഞ്ഞ് ഒരു ശകലം കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ചൂടേ ഓയിലിന് പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമ്മൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്പൂൺ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ കടായിൽ ചുവട്ടിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം, അറിയാൻ വേണ്ടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാതെ വേണം, അതൊന്ന് ഓയിലിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരുപാട് ഫ്ലെയിം ഇങ്ങനെ സിമ്മിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. എപ്പോഴും നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്യുന്നത് പോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അടുത്ത സൈഡും ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ കോരിയെടുക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് ഗോൾഡൻ നിറമാവാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ കോരി മാറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ നിറം മാറുന്നത് കാണാം. അപ്പോൾ അത് ചെറിയതായിട്ട് നിറം മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബിസ്ക്കറ്റ് തയ്യാറാക്കി വയ്ക്കാം. കൂടുതൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം. കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചായയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. നമ്മൾ ഇത് ശ്രദ്ധിക്കാനുള്ള നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളൊരു ഗ്ലാസ്സിലാണ് അളവെടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ബൗളിലാണെങ്കിൽ ബൗളിൽ അളന്നെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.